ഈ വീഡിയോൻ്റെ മുൻപത്തെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞില്ലായിരുന്നു ഒരു കത്തോലിക്ക് ചർച്ചിൽ വന്നിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു പള്ളിയിൽ കയറാനോ ഞാൻ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ മാത്രമായിട്ട് ഞാൻ കയറിയിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഇങ്ങനെ ക്രിസ്ത്യൻ പള്ളീനെ കാണാനും അവിടെ കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനത് കാണാമെന്നുള്ളൊരു ഒത്തിരി ആഗ്രഹത്തോട് കൂടിയിട്ട് പള്ളിയിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ നടന്നില്ല കേട്ടോ. വൈകുന്നേരം ഒരു 3:30 ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുറക്കുന്നവരെ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഗ്രീൻ ഹൗസിനെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു വീട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്രൗൺ ഹൗസ് ഉണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മളൊരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇത്തരം വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. രണ്ട് വീടും നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു ചുമര് കെട്ടിയിരിക്കുന്നത് തന്നെ ഒരു തരം കല്ല് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരിക്കാം അവരിങ്ങനെ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് എന്തായാലും തോന്നി. അപ്പോൾ എന്തായാലും റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു വീടും പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റോഡിലൂടെ ഒരു അച്ഛൻ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മോനെ എൻ്റെ ഏട്ടനെ കേട്ടോ ഓർമ്മ വന്നത്. അപ്പം ഞാൻ ആ കുഞ്ഞിന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ആ ചേട്ടൻ നല്ലൊരു ഇതായിരുന്നു. അപ്പം ഞാൻ അതിനോട് സംസാരിച്ചു. പിന്നെ ഈ ഒരു സ്ട്രീറ്റിൽ നമ്മൾ പറഞ്ഞു ജോ സ്ട്രീറ്റ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര്. അപ്പോൾ ഇത് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു സ്ട്രീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രീറ്റിലേക്ക് കയറണേക്ക് മുമ്പ് തന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. കിങ് സ്ട്രീറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിന് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ വാൾ പോസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട്. അപ്പോൾ ആ വാൾ പോസ്റ്റിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ കേട്ടോ ഞാൻ വന്നത്. പിന്നെ അതിന് ഫ്രണ്ടിലായിട്ട് 2 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ അത് മെൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന്. അപ്പോൾ ഇവിടെ 2 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറയണം. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ കയറി. പക്ഷേ അത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു ഓടിക്കാരൊക്കെ വന്നിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ വളരെ റെയറായിട്ടായിരിക്കും ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണും. പക്ഷേ ഇവിടെ വളരെയധികം പോപ്പുലറാണ് കേട്ടോ. ഏതൊരു വഴിയിൽ നോക്കിയാലും ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചു. വെറുതെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് 10 ദിവസമായിട്ടുള്ള വന്നിട്ടുള്ളതുകൊണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കാപ്പിച്ചിനോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എവിടെ പോയാലും കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ കാപ്പിച്ചിനോ. അപ്പം ഞാനത് റൂമിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെസ്കാഫെ ഓൾറെഡി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ആ റെഡ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ മേടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കണ്ടോ റെഡിമെയ്ഡ് പിസ്സകളാട്ടോ ഇവിടെ ഇരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയ പിസ്സ റെഡിയാണ്. പക്ഷേ അതത്ര ഹെൽത്തിനൊന്നും നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ പിസ്സേനേക്കാൾ ഒരുപാട് നല്ലത് ഈ വിദേശ രാജ്യങ്ങളിലെ പിസ്സയാണെന്നു കണ്ട് ഇന്ത്യൻ ഒരു റെസ്റ്റോറൻറ്റ് എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് 2 കാപ്പിച്ചിനോ വാങ്ങി തിരിച്ചു പോന്നു കേട്ടോ. ഇവിടെ ഇന്ത്യൻ ടേക്ക് അവേ ആണ്. അതുകൊണ്ട് ഈ സാധനം ഞാൻ മേടിക്കാൻ വേണ്ടി നിന്നില്ല. പിന്നെ ഞാനങ്ങ് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വിശേഷം.